ഐഷൂട്ടിൻ്റെ വളർച്ചയിൽ അവളെ ക്ലാസ്മേറ്റ്സിന് വളരെയധികം പങ്കുണ്ട്. അതുപോലെ തന്നെ അവളെ പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതുമായ ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും പങ്കുണ്ട്. ഞാൻ 1ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവളെ ക്ലാസ് ടീച്ചർ വിജയ ടീച്ചറായിരുന്നു. ഞാനും ടീച്ചറും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മോളെ അവിടെ നിന്ന് ഇരുത്താൻ വേണ്ടി പഠിപ്പിച്ചത്. അവൾക്ക് തീരെ അറ്റൻഷൻ ഇല്ലായിരുന്നു, ഐ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു, ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു. ആ കുട്ടിയെ ഞാൻ ഈ രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഈ സ്കൂളിലെ ഓരോ ടീച്ചേഴ്സും കുട്ടികളും അവരുടെ പേരൻസും മാനേജ്മെൻറ്റും എല്ലാവരും ഉണ്ട്. ഇവരെ കൂടെ കളിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും എല്ലാം ഇവൾ പ്രാപ്തയായി. ഇവളുടെ ക്ലാസ് റൂം ഇപ്പോൾ 3ാം നിലയുടെ മുകളിലാണ്. കഴിഞ്ഞ വർഷം അവിടെ തന്നെയായിരുന്നു. ക്ലാസ് മാറിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷം അവൾ ക്ലാസ് ടീച്ചർ ലിൻസി ടീച്ചറായിരുന്നു. ടീച്ചർ മുമ്പേ ഐഷൂട്ടിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഐഷു താഴെ വരാന്തയിൽ നിന്ന് കയറാതിരിക്കുമ്പോഴൊക്കെ ടീച്ചർ ക്ലാസ് ടൈമിലാണെങ്കിലും അവളെ കൈ പിടിച്ചുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് എത്തിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചർ മിനി ടീച്ചർ അവളെ പഠിപ്പിച്ചതായിരുന്നു. ടീച്ചറിനെ അവൾക്ക് പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ പ്രവേശിച്ചു. എല്ലാ കുട്ടികൾക്കും മധുരം നൽകി. ഐഷുട്ടി ആദ്യമൊന്നും ഫുഡ് ഷെയറിംഗ് ഒന്നും അറിയില്ലായിരുന്നു അവൾക്ക്. അവളെ ഓരോ മാറ്റവും ഞാൻ പഠിപ്പിച്ചെടുത്തതാണ്. ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്നവരാണ്. എൻ്റെ വളർച്ചയിൽ ഐഷുട്ടിൻ്റെ ഈ മാറ്റത്തിൽ ഇവരും അതിയായി സന്തോഷിക്കുന്നു. ഇത്തരം മക്കളെ നോർമൽ സ്കൂളിൽ വിട്ടാൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ ഇതാണ്. ഓരോ കുട്ടികൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. ആ കഴിവുകളിലൂടെ വിദ്യാഭ്യാസം നേടിയെടുക്കുക. ഐഷൂട്ടി 6 ഭാഷയിൽ പാട്ട് പാടുന്ന കുട്ടിയാണ്. അവളെ പഠന രീതികളൊക്കെ പാട്ടിലൂടെയാണ്. ഞാനാണ് അവളെ പാട്ട് പഠിപ്പിച്ചിട്ട് ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് അവളെ അത്രത്തോളം പാടാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അവളെ ഓരോ മാറ്റത്തിലും ഞാൻ ഈ കുട്ടികൾക്ക് അതിൻ്റെ എല്ലാവിധ ക്രെഡിറ്റും കൊടുക്കുന്നു. ആദ്യ ദിവസമായതിനാൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ സ്കൂൾ വിട്ടിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ച് ബസ് ടൈം ആയപ്പോഴേക്കും കുട്ടികൾ വരിയായി താഴെ ഇറങ്ങി വരുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഐഷൂട്ടിയും ബാഗും തൂക്കി. ഇതാദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. അവളുടെ ക്ലാസ്സിലെ ഓരോ കുട്ടികൾക്കും തമ്മിൽ മത്സരമാണ്. ഞങ്ങൾ പിടിക്കാം, ഐഷൂട്ടിനെ ഞങ്ങൾ കൊണ്ടുപോയി വിടാം. അങ്ങനെ ഐഷൂട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഐഷ കൈ പിടിച്ചുകൊണ്ട് സ്കൂൾ ബസ്സിലേക്ക് കയറ്റുന്നു. എൻ്റെ ഒരു സപ്പോർട്ടും കൂടാതെ ഐഷൂട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അൽഹംദുലില്ലാ, ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന നിമിഷം. ബസ്സിൽ യാത്ര ചെയ്യുന്ന ഐഷൂട്ടിനെ കാണുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോവാണ് ഐഷൂട്ടി. അങ്ങനെ ഒറ്റയ്ക്ക് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്ന ഐഷൂട്ടിയാണ് കേട്ടോ. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത റിസൾട്ടാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിനും അവളെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെയൊക്കെ പ്രോത്സാഹനവും പ്രാർത്ഥനയും തന്നെയാണ് ഐഷൂട്ടിൻ്റെ ഈ വിജയത്തിൻ്റെ രഹസ്യം.